ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ഹൃദയപൂർവ്വം 5-ാം ദിനത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു തിങ്കളാഴ്ച കളക്ഷൻ എങ്ങനെ? പലരും ഇടിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇടിഞ്ഞിട്ടൊന്നും ഇല്ലടവേ, ഇതങ്ങ് കുതിച്ച് കയറുക തന്നെയാണ്. 1032 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ കട്ട സപ്പോർട്ട് അത്യാവശ്യമാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്നും കുറയ്ക്കുന്നില്ല, 25,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തുമെന്നുള്ളതാണ്. അപ്പോൾ ആ കൈയഴിച്ചുള്ള സഹകരണമാണ് ആവശ്യം. 1032ഓളം ഷോകളിൽ നിന്ന് 1,00,000-ഓളം ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്, ആരും മോങ്ങാൻ വരണ്ട എന്നാണ് പറയാനുള്ളത്. ഒരിടത്തും ഈ സിനിമയുടെ ഇടിവുണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് കളക്ഷൻ പോകുന്നത്. ഇന്ന് 34% ഇതുവരെ ഓക്യുപ്പൻസി ആയിട്ട് കാണുന്നത്. 1,58,00,000 രൂപയാണ് ഇതുവരെ ട്രാക്ഡ് കളക്ഷൻസിലൂടെ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു കളക്ഷൻ വെച്ചിട്ട് പോലും ഇന്ന് 2 കോടിക്ക് മുകളിലെത്തും. അതായത് ഇന്ന് പ്രതീക്ഷിക്കുന്നത് 2 കോടി, 1,95,00,000 മുതൽ 2,10,00,000 രൂപയ്ക്കിടയിലുള്ള ട്രാക്ഡ് കളക്ഷൻ, അതായത് 2.5 കോടിയോളം ഇന്നും സിനിമ നേടുമെന്നുള്ളതാണ്. 4 ദിനം കൊണ്ട് സിനിമ 33.5 കോടി നേടി റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ്. 50 കോടിയിലേക്കുള്ള ആ ഒരു പാച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ എത്തും. ഇതിനിടയിൽ മറ്റൊരു റെക്കോർഡ് കൂടി മോഹൻലാൽ തൂക്കിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ തൂക്കിയിരിക്കുന്ന ആ ഒരു റെക്കോർഡ് 6 മാസം കൊണ്ട് 540 കോടി ഈ കേരളത്തിൽ നിന്ന് നേടി, അല്ലെങ്കിൽ കേരള സിനിമകൾ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് നേടിയിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് ഇതൊക്കെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തിനാ തമിഴും തെലുങ്കിലുമൊക്കെ എല്ലാവർക്കും കഴിയാത്ത ഒരു കാര്യം കൂടി തന്നെയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ 15 കോടിയിലേക്ക് എത്തിപ്പെടും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്. മികച്ച രീതിയിൽ, അതായത് 5 ദിനങ്ങളും സിനിമ 2 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് നേടിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും എല്ലാം സിനിമയ്ക്ക് നല്ല കളക്ഷനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഫസ്റ്റ് വീക്കെൻഡിൽ 33.5 കോടി നേടിയ സിനിമ നാളെ അല്ലെങ്കിൽ വരുന്ന 2 ദിവസത്തിനുള്ളിൽ 50 കോടിയിലേക്ക് എത്തും. എന്താണ് സിനിമയ്ക്ക് മികച്ച ഒരു റണ്ണിങ് ടൈമാണ് കിടക്കുന്നത്. അടുത്ത 10 ദിവസം സിനിമയ്ക്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനുള്ള അവസരമാണ്. അത് കഴിഞ്ഞും ഒരു ലോങ് റൺ വെക്കുകയാണെങ്കിൽ അതിനും മുകളിലേക്ക് പോകും. സിനിമ 100 കോടിയിൽ കുറഞ്ഞ് ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു മികച്ച റൺ തന്നെയാണ് സിനിമയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, തുടർച്ചയായ ഹാട്രിക് 50 കോടിയിലേക്ക് മോഹൻലാൽ എത്തിയിരിക്കുകയാണ്. ഇനി അത് 100 കോടിയാണ്. 100 കോടിയും നമ്മൾ ഹാട്രിക് തൂക്കും എന്നുള്ളതാണ്. 200 കോടിയിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയാണ്. എത്തുമോ? ചിലപ്പം എത്താം എന്നുള്ളൂ. പക്ഷേ അതിന് ഏറിയ പങ്കും ചാൻസുകൾ കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാൽ അതും നടക്കും. കാരണം ഇന്ന് ഫാമിലി ഓഡിയൻസ് തന്നെയാണ് ഏറ്റവും സപ്പോർട്ട്. ഫാമിലിക്ക് ഏറ്റവും പ്രിയങ്കരമാകുന്ന ചിത്രമായി മാറുകയാണ് ഈ ഒരു സിനിമ. പ്രത്യേകിച്ച് മോഹൻലാൽ, അദ്ദേഹം ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാമെങ്കിലും എല്ലാ ഫാമിലിയും കയറിയിരിക്കും. അതാണ് മലയാളവും അല്ലെങ്കിൽ മലയാളികളും മോഹൻലാലുമായിട്ടുള്ള ആത്മബന്ധം. ബാക്കി ഒരു നടനും അത്രത്തോളമില്ല. മികച്ച ഗംഭീര സിനിമകൾ ഇറക്കിയാൽ പോലും പലരും തിയേറ്ററിലേക്ക് പോകില്ല. പക്ഷേ മോഹൻലാൽ അത്യാവശ്യം നല്ലൊരു സിനിമ ചെയ്താൽ മാത്രം മതി. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.